ഞാൻ വളരെ സ്നേഹത്തോടെ അപ്പുറത്തെ പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ സഹോദരങ്ങളോട് വളരെ സ്നേഹത്തോടെ ചോദിച്ചോട്ടെ, ഒരു തെളിവ്, നബിദിനം ആഘോഷിക്കാൻ ഒരു തെളിവ് വിശുദ്ധ ഖുർആനിൽ നിന്ന്, അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് ഒന്ന് ഉസ്താദ് പറഞ്ഞു കേൾക്കാൻ വലിയ ആഗ്രഹം നിങ്ങൾക്ക് ഇല്ലേനോ? നിങ്ങളെ മനസ്സതല്ലേ ശരിക്ക് ഒരു സംഘാടകർ എന്നുള്ള നിങ്ങളെ മനസ്സത്? പിന്നെ എങ്ങനെ ഈ പറഞ്ഞ ആൾക്കാർ കടി സുഹാബി ഇല്ലാക്കുക? കൊടുക്കണ്ടേ തെളിവ് കൊടുക്കണ്ടേ? നിങ്ങളാൾക്കാർക്കും കൊടുക്കണ്ടേ? ഒരു തെളിവിതാ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കഴിക്കാൻ ഖുർആനിന്ന് ഹദീസിന്ന് ഇതല്ലേ മുജാഹിദീകൾ വഹാബികൾ ചോദിക്കുന്നത്, എന്താ പിടിച്ചോളി കൊടുക്കണ്ടേ? ഇല്ല. അപ്പൊ പിന്നെ ഇത് സംഘടിപ്പിക്കുന്ന ആൾക്കാർക്ക് തോന്നും, അല്ല ഇതിപ്പോ നമ്മളിപ്പോ ഇങ്ങനെ തെളിവിന് ദാഹിച്ച് നിൽക്കുകയാണ്, ഒരു തെളിവാണ് കൊടുത്താൽ ഓല വായടക്കാലോ. എത്ര ആഗ്രഹം ഉണ്ടാവും ആ SKS കുട്ടിയാൾക്ക് ഒരു തെളിവെന്ന് ഉസ്താദിന് കേൾക്കാൻ. ഭാഗ്യം ഉണ്ടാവില്ല, തെളിവ് വേണ്ടേ? പിന്നെ ഇവരൊരു ചോദ്യം എന്താ അറിയോ, ഏതെങ്കിലും പണ്ഡിതന്മാരെ അതിനെ എതിർത്തുണ്ടോന്നാണ്. ഏതെങ്കിലും പണ്ഡിതന്മാർ നബിദിനാഘോഷത്തെ എതിർത്തുണ്ടോന്നാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇമാം ഫാക്കഹാനി, നിങ്ങൾക്ക് തള്ളാൻ പറ്റൊന്നുമില്ല, അദ്ദേഹം പറഞ്ഞൊരു വാചകം പറയാം. അദ്ദേഹം പറയാണ്, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്ന. കിതാബിലോ സുന്നത്തിലോ, അതായത് ഖുർആന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ഹദീസിന്റെ ഏതെങ്കിലും ഒന്നോ എന്തില്ല, ഈ നബിദിനാഘോഷത്തിൽ ഒരു അസ്ലുള്ളതായിട്ട് എനിക്കറിയൂല. ആരാ പറഞ്ഞത്? ഫാക്കഹാനി. എന്ന് മാത്രമല്ല അദ്ദേഹം പറയാണ്, വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ. ഈ അൽ ഉമ്മത്തുൽ മുസ്ലിം ഉണ്ടല്ലോ, ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരിൽ നിന്ന് ഒരാളിൽ നിന്നും അങ്ങനെ ഒരു മൗലിദ് ആഘോഷിക്കുന്ന പരിപാടി ഉദ്ധരിക്കപ്പെടുന്നും ഇല്ല. വലാ യുൻഖലു അമലുഹു, കേട്ടോളി, വലാ യുൻഖലു അമലുഹു, ആ മൗലിദാഘോഷത്തിന്റെ ആ അമല്, അങ്ങനെ പ്രവൃത്തി ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മുസ്ലിം ഉമ്മത്തിലെ ഒരു പണ്ഡിതനിൽ നിന്നും, അൻ അഹദിൻ മിനൽ ഉലമ, അൻ അഹദിൻ മിനൽ ഉലമ, ഏതെങ്കിലും ഒരു പണ്ഡിതൻ പോലും പറഞ്ഞിട്ടില്ല. ആരാണ് എങ്ങനത്തെ പണ്ഡിതന്മാരെന്നറിയോ? അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ, ദീനിൽ മാതൃകായോഗ്യരായ ആ നിലക്കുള്ള പിൻപറ്റപ്പെടാവുന്ന ഇമാമിങ്ങളാകുന്ന ആളുകൾ ആരും പറഞ്ഞിട്ടില്ല. മാത്രമല്ല അൽ മുതമസ്സികൂന ബി ആസാരിൽ മുതഖദ്ദിമീൻ, മുൻഗാമികളുടെ ആസാറിനെ അതേപോലെ മുറുകെ പിടിക്കുന്ന ആ ആളുകളിൽ നിന്നും ഒരാൾ പോലും ഇങ്ങനെ അവരിൽ നിന്ന് ആരിൽ നിന്നും ഇങ്ങനെ മൗലിദ് ആഘോഷിക്കുന്ന പരിപാടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. എന്ന് മാത്രമല്ല അദ്ദേഹം പറയാണ്, ബൽ ഹുവ ബിദ്അത്തുൻ അഹ്ദസഹൽ ബത്താലൂൻ. ബാത്തിലിന്റെ ആൾക്കാരുണ്ടല്ലോ, അതിനർത്ഥം പറഞ്ഞ ആവശ്യമില്ലല്ലോ, അങ്ങനത്തെ ആൾക്കാരുണ്ടാക്കിയൊരു ബിദ്അത്താണത്. നബിദിനാഘോഷം ബിദ്അത്തു തന്നെ. ബൽ ഹുവ ബിദ്അ, ആ അമലുൽ മൗലിദ് എന്ന പരിപാടി അത് ബിദ്അത്താണ്. അഹ്ദസഹുൽ ബത്താലൂൻ, ബാത്തിലിന്റെ ആളുകൾ ഉണ്ടാക്കിയതാണത്. അതുപോലെ തന്നെ വശഹ്വത്തു നഫ്സിൻ, ദേഹേച്ഛകൾ അതുണ്ടാക്കിയതാണത്. എഴുത്തനാബിഹൽ അക്കാലൂൻ, അക്കാലീങ്ങളാണത് പരിപോഷിപ്പിച്ചു കൊണ്ട് നടന്നത്. അക്കല എന്ന് പറഞ്ഞാൽ തിന്നൂന്ന, ആക്കില് പറഞ്ഞാൽ തിന്നണോനെന്നാ. അക്കാല് എന്ന് പറഞ്ഞാൽ പെരുന്തീറ്റക്കാരെന്നാണ്, അതൊരു ഏർപ്പാടായി നടക്കണവരാണ്. മനസ്സിലായില്ലേ? നമ്മൾ ശാപ്പാട്ടരാമെന്നൊക്കെ പറഞ്ഞ പ്രയോഗല്ലേ, അതാണ് അക്കാല്. ആക്കിലിങ്ങൾ ഉണ്ടാക്കിയെന്നല്ല പറഞ്ഞത്, അക്കാലിങ്ങൾ ഉണ്ടാക്കിയതാണ്, അവർ പരിപോഷിപ്പിച്ചതാണ്. ഉണ്ടാക്കിയത് ബാത്തിലിന്റെ ആൾക്കാർ, തീറ്റക്കുതിയന്മാരായ ആൾക്കാർ പരിപോഷിപ്പിച്ചു. നല്ല കോമ്പിനേഷൻ, ഓലുണ്ടാക്കിയ പോലെ പരിപോഷിപ്പിക്കുക, ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഓൻ്റെ മനുഷ്യന്മാരെ, ഇതാ ദീന്, ഇതാ സുന്നത്തുമായത്, ഇതിന്റെ പേരാ ഇസ്ലാം. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ അതും നിങ്ങൾ കൂട്ടത്തിൽ മനസ്സിലാക്കുക.